ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ ഒരു അധ്യായമാണ്. യഹോവയുടെ അരുളപ്പാട് കേട്ട് അല്ലെങ്കിൽ യഹോവയുടെ ശബ്ദം കേട്ട് ഏലിയാവ് കെരീത്ത് തോട്ടിനരികിലേക്ക് പോകുന്നതായിട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവശബ്ദം കേട്ട് ഏലിയാവ് കെരീത്ത് തോട്ടിനരികിലേക്ക് പോയതാ. ദൈവം ഏലിയാവിനോട് അരുളി ചെയ്തു, നിനക്കുള്ളത് ഞാൻ അവിടെ കരുതിക്കൊള്ളും. അങ്ങനെ ഏലിയാവിന് വേണ്ടി ദൈവം കരുതി ഏലിയാവിന് വേണ്ടി കുടിപ്പാൻ തക്കവണ്ണം ആ തോട് ദൈവം ഒരുക്കി. അതേപോലെ തന്നെ കാക്കയെ ഒരുക്കി. ഭക്ഷണവും ഏലിയാവിന് കെരീത്ത് തോട്ടിനരികെ തന്നെ കർത്താവ് നൽകിക്കൊണ്ടേയിരുന്നു. എന്നാൽ ദേശത്ത് മഴ പെയ്യായിക നിമിത്തം, ദേശത്ത് ക്ഷാമം വന്നത് നിമിത്തം തോട് വറ്റിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദൈവശബ്ദം കേട്ട് ഏലിയാവ് ആ തോട്ടിനരികിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ദേശത്ത് വന്നു. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ദൈവശബ്ദത്തിന് അനുസരണം കാണിച്ചുകൊണ്ട് ഏലിയാവ് ആ ദേശത്ത് വന്ന് പാർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങി വന്ന ഏലിയാവിന്റെ മുൻപിൽ അവന്റെ നന്മകൾ അടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അവന് ലഭിക്കേണ്ട ആ ഭക്ഷണം, അല്ലെങ്കിൽ അവന് ലഭിച്ചുകൊണ്ടിരുന്ന തോട് ഇപ്പോൾ വറ്റിയിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തോട് പറ്റിയ സമയത്ത് ഏലിയാവിന് ഒരു പക്ഷേ ദൈവസന്നിധിയിൽ പിറുപിറുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏലിയാവിന് ദൈവത്തോട് മറുത്തു ചോദിക്കാമായിരുന്നു. നീ തന്നെയല്ലേ എനിക്ക് ആലോചന നൽകിയത്? നിന്റെ ശബ്ദത്തിനല്ലേ ഞാൻ അനുസരിച്ച് ഈ ദേശത്ത് വന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവത്തോട് മറുത്തു നിൽക്കാതെ ഏലിയാവ് ദൈവസന്നിധിയിൽ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടി അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ദൈവശബ്ദം കേൾക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആ ദൈവശബ്ദത്തിന് മുന്നിൽ സരാഫാത്തിലേക്ക് ഏലിയാവ് തന്റെ യാത്ര തിരിക്കുന്നതായിട്ട് കാണുന്നു. എന്താണ് ഇന്ന് പകൽക്കാലം നമുക്കുള്ള ദൈവത്തിന്റെ ആലോചന? ഒരുപക്ഷെ ദൈവശബ്ദം കേട്ടായിരിക്കും നാം പലപ്പോഴും സ്റ്റെപ്പുകൾ മുന്നോട്ടെടുത്തു വെച്ചത്. എന്നാൽ തോട് വറ്റിയിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ പലപ്പോഴും എടുത്തു വെച്ച സ്റ്റെപ്പുകൾ പിന്നോട്ടെടുത്തു വെച്ച് പിറുപിറുക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ സാരാഫാത്തിൽ ഒരു വിധവ ആ ഏലിയാവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏലിയാവിന്റെ കയ്യിൽ നിന്നുള്ള നന്മ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും നാം മറന്നുപോയിക്കൊണ്ട്, ദൈവമേ കെരീത്തിൽ എന്തുകൊണ്ട് എനിക്ക് വീണ്ടും നന്മ ലഭിച്ചില്ലെന്നുള്ള സന്ദേശത്തോടെ, അല്ലെങ്കിൽ ആ ഒരു വേവലാതിയോടുകൂടെ നാം പലപ്പോഴും ദൈവസന്നിധിയിലായിരുന്നിട്ടുണ്ട്. എന്നാൽ കെരീത്തില് ഒരു പക്ഷെ നീ ആയിരുന്നേക്കാം ദൈവശബ്ദം കേട്ടായിരിക്കാം ഇറങ്ങി തിരിച്ചത്. അതിന് ചുരുങ്ങിയ ചില കാലയളവേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിനക്ക് വേണ്ടി ചില കാത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ട്, അല്ലെങ്കിൽ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം മരണം കാത്തിരുന്ന സരാഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് ചെല്ലുന്നത് ആ വിധവയുടെ ഭവനത്തിന്റെ ശൂന്യത മാറ്റുവാൻ വേണ്ടിയായിരുന്നു. ഏലിയാവിന് വേണ്ടി ദൈവം ആ സരാഫാത്തിൽ ഒരു ശുശ്രൂഷ ഒരുക്കിയിരുന്നു. ഇന്ന് പോൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവശബ്ദം കേട്ട് നീ ഇറങ്ങിത്തിരിച്ച വ്യക്തിയായിരിക്കാം. എന്നാൽ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ചോ നിന്റെ ജീവിതത്തിൽ വരൾച്ച വന്നപ്പോൾ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഡ്രൈനസ് ഫീൽ ചെയ്യുമ്പോൾ ദൈവത്തോട് മറുതലിക്കാതെ, ദൈവത്തോട് വീണ്ടും പിറുപിറുത്തുകൊണ്ടിരിക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിനക്ക് വേണ്ടി ഒരു സരാഫാത്ത്, നിനക്ക് വേണ്ടി ഒരു വിധവയുടെ ഭവനം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ചില ജീവിതങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിനക്കുള്ള ശുശ്രൂഷയെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരുക്കും. അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നൽകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.